ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി ചിക്കൻ എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ്, പിന്നെ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി ചേർക്കുന്നത് നല്ല ടേസ്റ്റ് കൂടും, അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് നമുക്ക് ഫസ്റ്റിലെ തേങ്ങ വറുത്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ വറുത്തെടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയ്ക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കാം. അത് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയ്ക്ക് ഉപ്പ് പിടിച്ചിരുന്നത് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി ഒന്ന് നിറം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടൊന്ന് നിറം മാറി വരുമ്പോഴത്തേക്കിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൗഡറുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അത് മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ നല്ല എരിവുള്ള മുളകായതുകൊണ്ട് കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് നമുക്ക് കായം ചേർത്ത് കൊടുക്കാം. കായം ചേർക്കുന്നത് പെട്ടെന്ന് വേവാനും പിന്നെ ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും പിന്നെ ഇതിലെ പച്ച ഒരു മീറ്റിൻ്റെ ആ ഒരു മണവും ഇതൊന്നും വരാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കായം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ ഇളക്കി അരപ്പും നല്ല മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ആ പച്ചമണമൊക്കെ മാറി വരണം. പിന്നെ നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. അരപ്പെല്ലാം ആ ചിക്കനിൽ പിടിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിത് ഒരു കുക്കറിലേക്ക് മാറ്റുകയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ആ കുക്കറിൽ മാറ്റിയിട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടില്ല. വെളുത്തുള്ളി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. എന്നിട്ടത് 2 വിസിൽ വന്ന് വെന്തിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് വറുത്തിടാൻ നമ്മളൊരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ആയിരിക്കുന്നു. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.